ഇന്നത്തെ പ്രധാന വിഷയം ക്ലൗഡ്സ് എന്നതാണ്. ദൈവത്തിൻ്റെ മേഘങ്ങൾ, ഘനീഭവിച്ച ദൈവസാന്നിധ്യം എന്നതാണ് വിഷയം. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോകല്ല. ഘനീഭവിച്ച ദൈവസാന്നിധ്യം എന്നതാണ് വിഷയം. അതാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കാലസമ്പൂർണ്ണ വേറൊരു ക്വസ്റ്റ്യൻ ഒരു പദം. ഈ യേശുക്രിസ്തുവിൻ്റെ താല്പര്യം നമ്മളോട് കൂടെ ഇരിക്കുക. പ്രൊവേർബ്സ് 8-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഈ പ്രപഞ്ചത്തിന് വൃത്തം വരയ്ക്കുമ്പോൾ, സത്യത്തിൽ പ്രൊവേർബ്സ് 28-ാം അധ്യായം ഒന്ന് വായിക്കേണ്ടതാണ്. ഈ പ്രപഞ്ചത്തിന് പിതാവായ ദൈവം വട്ടം വരയ്ക്കുമ്പോൾ, വൃത്തം വരയ്ക്കുമ്പോൾ, ആകാശത്തിൻ്റെ അതിർത്തികൾ തീരുമാനിക്കുമ്പോൾ, വെള്ളം പോലും ഇല്ലാതിരുന്ന കാലം, ഒന്നുമില്ലാതിരുന്നപ്പോൾ പിതാവായ ദൈവം സൃഷ്ടി പ്ലാൻ ചെയ്യുകയും പുത്രനാം ദൈവം ശില്പിയായി അത് നിർമ്മിക്കുകയും ചെയ്തു. അന്ന് പിതാവിൻ്റെ വിനോദം പുത്രനോടായിരുന്നു. പിതാവിൻ്റെ ഏറ്റവും മഹത്വമേറിയ സ്നേഹം തൻ്റെ പുത്രനോടായിരുന്നു. പക്ഷേ പുത്രൻ അങ്ങനെ അല്ലായിരുന്നു. തൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെയായിരുന്നു. ഇതെല്ലാം ഒന്ന് നടക്കണം, ഞാനും നിങ്ങളും രംഗത്ത് വരണം, നമ്മോടുകൂടെ വിനോദിക്കണം, നമ്മോടുകൂടെ അതായിരുന്നു യേശുവിൻ്റെ ആഗ്രഹം. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെ ആയിരുന്നു. ഇന്ന് ഈ കാലത്ത് കർത്താവ് തൻ്റെ പ്രമോദത്തിൽ നമ്മളെ ആക്കേണ്ടതിന് നമ്മെ കൊണ്ടുവന്നു. അതുകൊണ്ട് 32-ാമത്തെ വാക്യം ഒരു ഗുണദോഷത്തിൻ്റെ വാക്കാണ്. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ, എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ പ്രമോദത്തിൽ നിത്യതയിലും നാം ക്രിസ്തുവിനോടുകൂടെ ഒരുമിച്ചിരിക്കേണ്ടതിന് ഇന്ന് തൻ്റെ വാക്ക് പ്രമാണിപ്പാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഈ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പേ ഒരു ടൈംലി ക്വസ്റ്റ്യൻ ഉണ്ട്. വിൽ ദിസ് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് എൻഡ് അപ്പ് ഇൻ വേൾഡ് വാർ 3? ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം, മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺഫ്ലിക്റ്റ് യുദ്ധം, ഇത് 3-ാം ലോക മഹായുദ്ധമായി മാറുമോ? ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ മാർച്ച് മാസം 22-ാം തീയതി ലോകത്തിൽ തോക്കും തോട്ടായും എടുക്കുന്ന യുദ്ധങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ 130 നടന്നുകൊണ്ടിരിക്കുക. മിഡിൽ ഈസ്റ്റിൽ തന്നെയൊന്നുമല്ല, ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ദിവസം, കഴിഞ്ഞ രാത്രി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയത് 130 ആംഡ് കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. 2026 ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു മാപ്പ് എടുത്താൽ, ലിസ്റ്റ് എടുത്താൽ 46 രാജ്യങ്ങൾ ആക്റ്റീവായി 76 എണ്ണത്തെ യുദ്ധമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ അങ്ങും ഇങ്ങുമൊക്കെ ഇൻറ്റേർണൽ വാർ നടക്കുമ്പോൾ, സിവിൽ വാർ നടക്കുമ്പോൾ, രാജ്യത്ത് തന്നെ 2 വിഭാഗം തോക്കെടുത്ത്, നമ്മുടെ മണിപ്പൂരിൽ നടന്നതുപോലെ തോക്കെടുത്ത് അന്യോന്യം യുദ്ധം ചെയ്യുന്നതിനെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് മാത്രം വിളിക്കും. അങ്ങനെയുള്ളത് ചേർത്ത് 130 നടക്കുമ്പോൾ യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന 76 എണ്ണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. 76 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന 46 യുദ്ധങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. എന്നായിരിക്കും 3-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്? തീർത്തു പറയാൻ എനിക്കറിയാൻ വയ്യ. എന്നാൽ 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് അറിയാവുന്ന വിവരങ്ങൾ പറയട്ടെ. ഇന്ന് നടക്കുന്ന യുദ്ധം ലോകമഹായുദ്ധമാകുമോ എന്ന് ചോദിക്കുന്ന പലരോടും വ്യക്തമായി പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയം ഏറെക്കുറെ ആയി എന്ന് പറയുവാൻ ഞാൻ ഈ വിശദീകരണത്തിലേക്ക് വരികയാണ്. ഏറെക്കുറെ അതിൻ്റെ സമയമായി. മഹായുദ്ധങ്ങൾ ദൈവിക കാഴ്ചപ്പാടിൽ, അഥവാ ലോകമഹായുദ്ധങ്ങൾ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. യുദ്ധം എല്ലാവർക്കും നഷ്ടമാണ്, സകല രാജ്യത്തിനും നഷ്ടമാണ്. യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രാജ്യങ്ങൾ പിടിച്ചെടുത്ത് കഴിയുമ്പം എല്ലാം കൂടെ UN ഒക്കെ ഇടപെടും, എല്ലാവരും കൂടെ ഇടപെട്ടേച്ച് പറയും പിടിച്ചതെല്ലാം തിരിച്ചു കൊടുത്തേക്ക്, നശിപ്പിച്ചതിന് കോമ്പൻസേഷനും കൊടുത്തേക്ക്. പിന്നെ എന്തിനായിരുന്നു ഈ കളി? ഫുട്ബോൾ കളിച്ച് വെച്ച് തോക്കുന്നവനും ജയിക്കുന്നവനും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ ഇത് വെറും തമാശ കളിയാണോ? അല്ല. യുദ്ധം ഗംഭീരമായ നഷ്ടമുണ്ടാക്കുന്നത്, ഗംഭീരമായ നഷ്ടം. ഈ നടക്കുന്ന യുദ്ധം ഇന്ന് നമ്മുടെ അടുക്കളകളിൽ വരെ പൊതുവെ അറിയപ്പെടുന്നത് പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ മഹാനഷ്ടം സഹിക്കുന്ന യുദ്ധം നഷ്ടമാണെന്ന് ലോകത്തിന് മൊത്തം അറിയാം. പിന്നെ എന്തിനാ ഈ മഹായുദ്ധം നടത്തുന്നത്? അങ്ങ് നിർത്തിക്കൂടെ? ഇല്ല. ഇതിൻ്റെ പുറകിൽ നിയന്ത്രിക്കുന്ന വേറൊരാളുണ്ട്. 1-ാം ലോക മഹായുദ്ധം ഇസ്രയേലിന് രാഷ്ട്രീയ താല്പര്യം ഉണ്ടാക്കേണ്ടതിന് നിത്യനായ ദൈവം നിർമ്മിച്ചതാണ്.
ഒന്നുകൂടെ ആവർത്തിക്കാം. ഒന്നാം ലോകമഹായുദ്ധം ചിതറിപ്പോയ ഇസ്രയേലിന് മടങ്ങി വരേണ്ടതിന്, ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരുമെന്നത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ചിതറിപ്പോയ ഇസ്രയേലിന് മടങ്ങി വരേണ്ടതിന്, സയോണിസ് മൂവ്മെൻറ്റുകളും മറ്റും ഉണ്ടാക്കേണ്ടതിന്, അതിന് ഊർജം വർദ്ധിപ്പിക്കേണ്ടതിന്, അവർക്ക് ഒരു മടങ്ങിവരവിൻ്റെ താല്പര്യം ഉണ്ടാകേണ്ടതിന്, രാഷ്ട്രീയ താല്പര്യം ഉണ്ടാകേണ്ടതിന് ദൈവം നിയമിച്ചതാണ് ഒന്നാം ലോകമഹായുദ്ധം. ആ സംഭവം നടന്നു. രണ്ടാം ലോകമഹായുദ്ധം ഇസ്രയേലിന് രാജ്യമായി അംഗീകരിക്കാനായിരുന്നു. ദൈവത്തിൻ്റെ താല്പര്യത്തിൽ യുദ്ധം ഇസ്രയേലിന്, കാര്യം തുടങ്ങിയത് മറുത്തോട്ട് നമ്മൾ വരിക, ഇസ്രയേലിൻ്റെ രാഷ്ട്രം തിരിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് രണ്ടാം ലോകമഹായുദ്ധം നടന്നത്. മൂന്നാം ലോകമഹായുദ്ധം നടക്കാൻ പോകുന്നത് ഇസ്രയേലിന് ഭൂമിയുടെ മേൽ സർവാധിപത്യം കൊടുത്തുകൊണ്ട് യഹോവയായ കർത്താവായ യേശു രാജാവായി ഈ മണ്ണിനെ ഭരിക്കേണ്ടതിന് അബ്രഹാമിൻ്റെ സന്തതിയെ വേർതിരിക്കേണ്ടതിനാണ്. അബ്രഹാമിൻ്റെ സന്തതിയിലേക്കാണ് വരുന്നത്, വേർതിരിക്കേണ്ടതിനാണ്. അബ്രഹാമിന് 2 സന്തതികളുണ്ട്. ഒന്ന് ഒരു ആത്മീയ സന്തതി, അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പുതിയ നിയമസഭയാണ്. 2 ഒരു ഭൗതിക സന്തതി, അത് ഇന്നത്തെ ഇസ്രയേലാണ്. ഈ 2 സന്തതികളെയും ഒരുമിച്ച് ചേർത്ത് അബ്രഹാമിൻ്റെ മക്കളെന്ന് വിളിക്കാം. അബ്രഹാമിൻ്റെ മക്കൾ യേശുവിൻ്റെ നേതൃത്വത്തിൽ ഈ ഭൂലോകത്തെ ഭരിക്കേണ്ടതിന്, യെരുശലേം ക്യാപിറ്റലാക്കി ഭരിക്കേണ്ടതിന് ദൈവം ഒരുക്കുന്നതാണ് മൂന്നാം ലോകമഹായുദ്ധം. 3 ലോകമഹായുദ്ധങ്ങൾ ദൈവത്താൽ പ്ലാൻ ചെയ്യപ്പെട്ടതാണ്. 4ാം ലോകമഹായുദ്ധം ഉണ്ടോ? ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞൊരു വാചകമുണ്ട്, 4ാം ലോകമഹായുദ്ധം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേൽ ഉണ്ടെങ്കിൽ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെടുത്ത് എറിയുകയല്ലാതെ ആ ഒരായുധവും കാണുകയില്ല. കാര്യം ആയുധം ഉപയോഗിക്കാനുള്ള കഴിവ് അതിന് മുമ്പേ തീർന്നിരിക്കും. അത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വാചകമാണ്. അഥവാ ഒരു 4ാം ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അന്ന് ആയുധങ്ങളൊന്നും അവശേഷിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു സമാധാന ജീവിതത്തിന് വേണ്ടി 3ാം ലോകമഹായുദ്ധം കൊണ്ട് ദൈവം ആയുധങ്ങൾ അവസാനിപ്പിക്കും. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വാക്കാണ്. അഥവാ 4ാം ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ കല്ലെടുത്തെറിയല്ലാതെ വേറെ ആയുധങ്ങൾ കാണത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഞാൻ ഈ ചരിത്രത്തിലൂടെ എളുപ്പമ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് മേഘങ്ങളാണ് ഇന്ന് പ്രസംഗിക്കാനുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. അതുകൊണ്ട് ചിലതെല്ലാം ഓർമ്മിപ്പിക്കാൻ പോകുകയാണ്. ആദിയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 1:1 കാണുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 45:18 വ്യർത്ഥമായിട്ടല്ല അവൻ ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെയും അങ്ങനെ തന്നെ വ്യർത്ഥമായിട്ടല്ല അവനതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനായിട്ടത്രേ അതിനെ നിർമ്മിച്ചത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതുമാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ ദൃശ്യവും അദൃശ്യവും എന്ന് പറയുന്നത് ഞാൻ ഓടിച്ചു പോകാം, ഒരു ഒത്തിരി പ്രാവശ്യം എടുത്തതാണ് എന്ന് പറയുന്നത് ദൃശ്യമായ നക്ഷത്രങ്ങളും ഗോളങ്ങളും അദൃശ്യമായ ദൂതന്മാരെയും ചേർത്താണ്. ദൈവം ആദിയിൽ സൃഷ്ടിക്കുമ്പോൾ ഒരു കൂട്ടം ദൂതന്മാരെയും ദൈവം സൃഷ്ടിച്ചിരുന്നു. അവരെ ദൈവം നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചിരുന്നു, ദൈവത്തിൻ്റെ ആകാശത്ത് പാർപ്പിച്ചിരുന്നു. ഈ കൂട്ടത്തിൽ ലൂസിഫർ ദൈവത്തിൻ്റെ സ്വർഗത്തിലായിരുന്നു. ലൂസിഫർ സ്വർഗത്തിലായിരുന്നു, ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. ഈ ഭൂമിയിലുണ്ടായിരുന്ന ഏദനെക്കുറിച്ച് അല്ല പറയുന്നത്, ദൈവത്തിൻ്റെ തോട്ടമായ സ്വർഗത്തിലുള്ള ഏദൻ എന്ന പദത്തിന് തോട്ടമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒന്നുകൂടെ ആവർത്തിക്കാം. ഏദൻ എന്ന വാക്കിൻ്റെ അർത്ഥം തോട്ടം അല്ലെ മരീചിക എന്നാണ്. തോട്ടം എന്ന അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ഇവൻ ആഭരണഭൂഷിതനായിരുന്നു. സകല രത്നങ്ങൾ കൊണ്ടും ഇവനെ മൂടിയിരുന്നു. രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഞാനതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ പാടിപ്പുകഴ്ത്തേണ്ടതിന് വേണ്ടിയാണ് ലൂസിഫറിനെ സൃഷ്ടിച്ചത്. ലൂസിഫറിൻ്റെ ചിറകുകൾ വിടർത്തുമ്പോൾ അതിൽ നിന്ന് മ്യൂസിക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉപകരണങ്ങളോട് കൂടെയാണ് ലൂസിഫറിനെ സൃഷ്ടിച്ചിരുന്നത്. ഞാൻ പാട്ട് പാടാറില്ല, കാര്യം എൻ്റെ തൊണ്ട ഉണ്ടാക്കിയത് പാടാനല്ല. ഇവിടെ പാടാൻ തൊണ്ട ഉള്ളവർ ഉപയോഗിക്കാത്തതിൽ സങ്കടമുണ്ട്. നമ്മളത് ഉപയോഗിക്കണം. എൻ്റെ തൊണ്ട വേറൊന്നിനു വേണ്ടിയാണ്, ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ദൈവം നമ്മെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അതിനാവശ്യമുള്ള ഘടകങ്ങൾ സൃഷ്ടിയിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഇവനെ പാടാൻ വേണ്ടി സൃഷ്ടിച്ചവനാണ്.
പക്ഷേ ലൂസിഫർ തൻ്റെ വാഴ്ച കാത്തുകൊള്ളാതെ വന്നതിനാൽ അവൻ എസെക്കിയേൽ പ്രവചനം 28:18 പ്രകാരം നിൻ്റെ അകൃത്യബാഹുല്യം കൊണ്ടും നിൻ്റെ വ്യാപാരത്തിൻ്റെ അനീതി കൊണ്ടും നിൻ്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. ആകയാൽ അവനെ സ്വർഗത്തിൽ നിന്ന് നീക്കിക്കളയുവാൻ ദൈവം തീരുമാനിച്ചു. പ്രാരംഭമായി അവനെ ഭൂമിയിലേക്കാക്കി. ഞാൻ അങ്ങനെ ചുരുക്കുകയാണ്. പിന്നത്തേതിൽ അവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളി അവൻ ദൈവത്തിൻ്റെ ശത്രുവായി മാറി. ഞാൻ എന്തിനാണ് ഇവിടെ തുടങ്ങുന്നതെന്നറിയാമോ? മൂന്നാം ലോക മഹായുദ്ധത്തിൽ മെയിൻ പ്ലെയേഴ്സ് ആരൊക്കെയാണ് എന്ന് കാണിക്കേണ്ടതിനാണ്. ദൈവത്തിൻ്റെ ശത്രുക്കളെ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഒന്ന് ലൂസിഫറും അദ്ദേഹത്തോടുകൂടെയുള്ള സൈന്യവും. ആകയാൽ ദൈവം ഒരു കാര്യം ചെയ്തു. ലൂസിഫർ തിരിച്ചു വരാതെ വണ്ണം ഭൂമിയുടെ അന്തരീക്ഷത്തെ ദൈവം മാറ്റി. ഈ ഭൂമിയുടെ അന്തരീക്ഷത്തെ ദൈവം മാറ്റിയ ശേഷം, കോസ്മോസ് ചേഞ്ച് ചെയ്ത ശേഷം ഒരു ജലപ്രളയത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ഇത് നോഹയുടെ കാലത്തെ ജലപ്രളയം അല്ല. അതിനൊക്കെ ഒരുപാട് മുമ്പുള്ള ഒരു പ്രളയമാണിത്. അങ്ങനെ ജലപ്രളയത്തിൽ ദൈവമാക്കി കഴിഞ്ഞു. കോസ്മോസ് മാറ്റാൻ വേണ്ടി ചെയ്തതാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം, ഇതാണ് സ്വർഗത്തിലിരുന്ന ലൂസിഫർ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അതിൻ്റെ ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 1/3 ഓഫ് ദ ഏഞ്ചൽ ഫെൽ എഗനസ്റ്റ് ഗോഡ്. 1/3 ദൂതന്മാർ ലൂസിഫറിൻ്റെ കൂടെ ദൈവത്തിന് വിരോധികളായി തിരിഞ്ഞു. ദൈവത്തിൻ്റെ ഒന്നാം ശത്രു സാത്താനാണ്, പിശാചാണ്, ദൈവത്തിന് വിരോധമായി ചെയ്യുന്നവനാണ്. അവൻ വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്ത രൂപങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ വെളിപ്പെട്ടു. കാര്യം ഇവൻ കഴിഞ്ഞ 13.7 ബില്യൺ വർഷങ്ങൾ ദൈവത്തോടുകൂടെ സഞ്ചരിച്ചവനാണെന്ന് മറക്കരുത്. ദൈവത്തോടുകൂടെ ഇരുന്നവനാണ്. അവൻ്റെ അറിവുകളും കഴിവുകളും ഭയങ്കരമാണ്. അതിൽ 1/3 ദൂതന്മാർ അവനോടുകൂടെ ചേർന്നു. അവർ പല ഭാഷകളിലും രൂപങ്ങളിലും വെളിപ്പെട്ടിട്ടുണ്ട്. ഇനിയും അവൻ എതിർ ക്രിസ്തുവിൻ്റെ രൂപത്തിൽ ഒരു പ്രാവശ്യം കൂടെ വരാനുണ്ട്. എതിർ ക്രിസ്തുവിന് പല ഘടകങ്ങളുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് തൊട്ടുവിടുക. അവൻ ഇനിയും വെളിപ്പെടാനുണ്ട്. ഓക്കെ, കോസ്മോസ് എക്സ്പ്ലനേഷൻസ്. 2 പത്രോസ് 3:5 ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്ന് സ്ട്രോങ്സ് ഡിക്ഷണറി ഓർഡിനറി ഓർഡർലി അറേഞ്ച്മെൻറ്റ്സ്. സ്ട്രോങ്സ് ഡിക്ഷണറി എന്നൊരു സാധനമുണ്ട്. സ്ട്രോങ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് വേദപുസ്തകത്തിൻ്റെ റെഫറൻസസ് എഴുതാൻ, ഇണവാക്യങ്ങൾ എഴുതാൻ, നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കുവാൻ ദൈവം ഉപയോഗിച്ച് നമ്മുടെ തലമുറയിൽ പ്രയോജനപ്പെടുന്ന ഒരാളാണ് സ്ട്രോങ്. ഈസ് നോ മോർ. അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്സാണ് ബൈബിൾ പഠിതാക്കൾ A to Z, 1 മുതൽ അവസാനം വരെ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇണവാക്യങ്ങൾ സ്ട്രോങ് എടുത്തിരിക്കുന്നതാണ് ഏറ്റവും വലുത്. മനസ്സിലാകാത്ത വാക്യങ്ങൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഭാഷയിൽ അതിനിപുണനും ഇത് നമുക്ക് വേണ്ടി വിവേചിച്ച് തരുവാൻ ദൈവം തീരുമാനിച്ചവനുമാണ് സ്ട്രോങ്ങിൻ്റെ ബുക്സ് ആണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. ഇൻ ഏർലി ഗ്രീക്ക് ലിറ്ററേച്ചർ ആൻഡ് സെപ്റ്റജന്റ് ഇറ്റ് മീൻസ് എ വെൽ അസംബിൾഡ് സിസ്റ്റം സച്ച് ആസ് എ ട്രൂപ്പ് of soldiers or the princes placement of the stars. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളെ, ദൂതന്മാരെ ദൈവം വെച്ചിരുന്ന ദൈവത്തിൻ്റെ ഇടങ്ങളെയും അറേഞ്ച്മെൻറ്റിൻ്റെ സംവിധാനങ്ങളുടെ പ്രമാണങ്ങളെയും എല്ലാം കുറിക്കുന്ന ഒരു പദമായിട്ടാണ് കോസ്മോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശമെന്നാണ് അതിന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. പക്ഷെ പദത്തിൻ്റെ അർത്ഥം അതല്ല. ദൈവം സ്വർഗത്തിലെ കോസ്മോസ് മാറ്റി. നമുക്ക് അറിയാവുന്ന ഒത്തിരി കാര്യങ്ങളാണ്. ആദം വാസ് ക്രിയേറ്റഡ്. ഞാൻ അത്രയും മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ഈ ആദാമിനെ ദൈവം ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചു. അവന് ദൈവത്തെ പോലെ വസ്ത്രം ധരിപ്പിച്ചു. 8-ാം സങ്കീർത്തനത്തിൽ തേജസ്സും ബഹുമാനവും നീ അവനെ അണിയിച്ചു. മെയിൽ ആൻഡ് ഫീമെയിൽ, അവനെ പുരുഷനും സ്ത്രീയുമായി, ആണും പെണ്ണുമായി അവരെ നിർമ്മിച്ചു. കുടുംബങ്ങളായി മൾട്ടിപ്ലൈ ചെയ്യേണ്ടതിന് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഗേവ് ദം ദ ഡൊമിനിയൻ. ദൈവം അവർക്ക് ഭൂമിയുടെ മേൽ അടക്കി വാഴുവാൻ അധികാരം കൊടുത്തു. ലൂസിഫറിനെ ആദ്യം ഇവിടെ വെച്ചിരുന്നു. അവൻ പാപം ചെയ്യുകയാൽ അവനെ തള്ളി. അവനോടുകൂടെ 1/3 കൂട്ടം ദൂതന്മാർ മാറി. അവർ ദൈവത്തിന് ശത്രുക്കളായി മാറി. 2, ദൈവം ഇതേ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു.
ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും നിർമ്മിച്ചു ഇവിടെയാക്കി അതിനെ എടുത്തു കളയുവാൻ സാത്താൻ അന്നും ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. 2, ദൈവത്തെപ്പോലെ വസ്ത്രധാരണം നടത്തി മനുഷ്യനെന്ന് നഗ്നത കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ വസ്ത്രധാരണം വേണ്ടതുപോലെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. ദൈവം രണ്ടാമത് മോശയ്ക്ക് വസ്ത്രധാരണത്തിൻ്റെ പ്രമാണമൊക്കെ കൊടുക്കുമ്പോൾ എവിടം മുതൽ എവിടം വരെ കവർ ചെയ്യണം എന്നിത്യാദികളെല്ലാം പറയുന്നുണ്ട്. അവിടുന്ന് എല്ലാം മാറി വസ്ത്രത്തിൻ്റെ അളവ് കുറയ്ക്കുവാൻ ശ്രമിച്ചു. വേദപുസ്തകത്തിലും ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ കാണാം, ലെഗിയോൻ. അവൻ വസ്ത്രം ഉപേക്ഷിച്ചിരുന്നു. ഒരിക്കലൊരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, അവൻ്റെ കൂടെ ഏതാണ്ട് 6000-ഓളം ഭൂതങ്ങളുണ്ടായിരുന്നു. ലെഗിയോൻ ഒരുത്തൻ്റെ കൂടെ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും സ്ഥലത്ത് വസ്ത്രം ധരിക്കുമെന്ന് നോക്കിയാൽ മതിയെന്ന്. എണ്ണം കൂടുതലാണെങ്കിൽ വസ്ത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. അങ്ങനെ പോകുമെന്ന്. പോട്ടെ, അത് ഞാനങ്ങ് മാറട്ടെ. ദൈവം അങ്ങനെ അവനെ ആക്കി. അവൻ ഈ പ്രപഞ്ചത്തിന് ഭൂമിക്ക് ചക്രവർത്തിയായി ഇവിടെ വാണു. പക്ഷേ അവൻ്റെ ഒന്നാമത്തെ വീഴ്ച ആ വൃക്ഷഫലം തിന്നതോടെ സംഭവിച്ചു. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന് ശത്രുവായി മാറാൻ പോവുകയാണ്. ഞാൻ അങ്ങോട്ട് പയ്യെ വരിക, ക്രമാനുഗതമായി അങ്ങോട്ട് വരികയാണ്. 1 ദൂതന്മാർ, 3-1 ദൂതന്മാർ ദൈവത്തിന് ശത്രുക്കളായി മാറി. 3-ാം ലോക മഹായുദ്ധത്തിലെ മെയിൻ പ്ലെയേഴ്സ് ആരാന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ പോകുന്നത്. 1 ദൈവത്തിൻ്റെ 3-1 ദൂതന്മാരാണ്, വീണുപോയ ദൂതന്മാർ. 2 മനുഷ്യൻ അങ്ങോട്ട് മാറാൻ പോകുകയാണ്. ഞാൻ അവരുടെ കാര്യം എടുക്കുകയാണ്. 1-ാമത്തെ വീഴ്ചയിൽ ആദമും ഹൗവയും തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് അവർ വീണു. ദൈവം അവരെ തൽക്കാലത്തേക്ക് ഒരു ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ചു മാറ്റി അതിനുവേണ്ടി ഒരു യാഗം നടത്തി. ഏദൻ തോട്ടത്തിൽ നടന്ന യാഗം കർത്താവായ യേശുവിൻ്റെ കാൽവറിയെ ചിത്രീകരിക്കുന്നതും ആ കാൽവറി മുഖേന മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള വീണ്ടെടുപ്പിനെ ചിത്രീകരിക്കുന്നതുമാണ്. ഏദനിൽ ഒരു യാഗം നടത്തി. ഗാർഡൻ ഓഫ് ഈഡൻ God made a coat out of a skin for Adam and Eve. ആദം ഹൗവമാർക്ക് വേണ്ടി ദൈവം ആ തോലുകൊണ്ട് ഒരു ഉടുപ്പ് ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാർ ഇന്നുമുണ്ട്, മറക്കരുത്. ആ ദൂതന്മാർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ലൂസിഫറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 3-1 ദൂതന്മാരും ഇന്നുമുണ്ട്, മറക്കരുത്. അവരെ ദൈവം തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ്റെ കീഴെ സൂക്ഷിച്ചിരിക്കുന്നു. ടാർട്ടസ് എന്നൊരു വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരല്പം കൂടെ കഴിയുമ്പം ഞാൻ ആ വാക്ക് ഒന്നുകൂടെ ഉപയോഗിക്കാം, ഒന്നുകൂടെ എടുത്തോളാം. 2-ാമത്തെ വീഴ്ച നോഹയുടെ വീഴ്ചയായിരുന്നു. നോഹയുടെ കാലത്തെ വീഴ്ചയായിരുന്നു. ഈ വീണുപോയ വാഴ്ച കാത്തുകൊള്ളാതെ വീണുപോയ ദൂതന്മാർ മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് അവിടെയാണ് അവരുടെ വീഴ്ച നഷ്ടപ്പെടുന്നത്. അവരെ ഇറക്കിക്കൊണ്ടുവന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ കുറച്ച് നാൾ ഒരു പ്രൊഡക്ഷൻ മാനേജരായി ജോലി ചെയ്തു ഒരു ദിവസം. അന്ന് എന്നോട് ആളുകൾ പറയുമായിരുന്നു, ഇടയ്ക്ക് ലൈനിൽ ഇറങ്ങിപ്പോയിട്ട്, അത് സൂപ്പർവൈസറുടെ ജോലിയാണ്, എൻ്റെ ജോലിയല്ല, എങ്കിലും ലൈനിൽ ഇറങ്ങിപ്പോയിട്ട് പ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു എന്ന് പേഴ്സണലി കാണുന്നത് കൊള്ളാം. ഞാൻ 1-2 പ്രാവശ്യം പോയപ്പോൾ 1-2 പേര് ഇടപെടരുതാത്തതിനേക്കാൾ കൂടുതൽ എന്നോട് അടുത്തിടപെടാൻ ശ്രമിച്ചു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു വാക്യമാണിത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ഞാൻ ഓർത്തു, ഞാൻ ഈ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയാൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നോക്കാനാണ് പോകുന്നത് എങ്കിലും അത് മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു പാസ്റ്റർ, ഒരു ദൈവപൈതൽ എന്ന എൻ്റെ പേരിന് നാണക്കേടുണ്ടാകും. അതുകൊണ്ട് എൻ്റെ വാഴ്ച കാത്തുകൊണ്ട് എൻ്റെ ഓഫീസിലിരുന്ന മതി. അത് തീരുമാനിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മനസ്സിൽ കൂടി ഒരിക്കൽ ഇത് വന്നു. ആരുടെയെല്ലാം മനസ്സിൽ കൂടി ചിന്ത വരട്ടെ, അവരെ ടാർട്ടസിലേക്ക് മാറ്റി. ആ ദൂതന്മാർ മനുഷ്യ സ്ത്രീകളെ വഞ്ചിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും അവരെ വീഴിക്കുവാനായി ശ്രമിച്ചു. വലിയൊരളവിൽ അവർ വീണതിനെ തുടർന്ന് ആ മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ജാതീയമായ, അന്ന് ജാതി എന്നൊരു പേരില്ല, വീണുപോയ ദൂതന്മാരുടെ സ്വഭാവത്തിലേക്ക് മനുഷ്യനെ നയിക്കുകയും അവരുടെ വസ്ത്രധാരണം മുതൽ ഒരു മിക്സഡ് കൾച്ചറിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്തു. അവസാനം നോഹയുടെ കാലമായപ്പോൾ പാപം അതിഭയങ്കരമായി. നോഹയെ തൻ്റെ തലമുറയിൽ നീതിമാൻ എന്ന ദൈവം കണ്ട്, ഞാനിത് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഇവിടെ വിശദമായി എടുത്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. ദൈവം തൻ്റെ ദൂതന്മാരെ, നോഹയെ, തൻ്റെ കുടുംബത്തെ നീതിമാന്മാർ എന്ന് കണ്ടു. നീതിമാന്മാർ എന്നതിന് സ്ട്രോങ് തരുന്നതായ അർത്ഥം എബ്രായ ഭാഷയിൽ ഒരു നൗൺ ഫോമാണ്. വിതൗട്ട് ബ്ലമിഷ്, കംപ്ലീറ്റ്, ഫുൾ, പെർഫെക്റ്റ്, അൺഡിഫൈൽഡ്, അപ്രൈറ്റ്, വിതൗട്ട് സ്പോട്ട്, സൗണ്ട്, സേ,
kept the pure blood and body. മറ്റുള്ളവരെ പോലെ ശരീരം മലിനമാക്കാതെ, എന്ന് പറഞ്ഞാൽ വികൃതവേഷം കെട്ടാതെ, മറ്റുള്ളവരെ പോലെ രക്തത്തിൽ കലർപ്പില്ലാതെ അവർ ദൈവാനുരൂപരായി അവരെ തന്നെ സൂക്ഷിച്ച ഒറ്റ കുടുംബം മിച്ചം വന്നു. അത് നോഹയായിരുന്നു. ദൈവം നോഹയെ പെട്ടകത്തിൽ കയറ്റി രക്ഷിച്ചു, ബാക്കിയുള്ളതിനെ നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യൻ്റെ രണ്ടാം വീഴ്ച അതായിരുന്നു. മൂന്നാം വീഴ്ചയാണ് ഭയങ്കരം. ഞാൻ അവിടേക്ക് വരട്ടെ. മൂന്നാമത്തെ വീഴ്ചയിൽ നിമ്രോദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഉൽപ്പത്തി പുസ്തകം 11:45 അദ്ദേഹം ഒരു വലിയ ഗോപുരം പണിയുവാൻ തീരുമാനിച്ചു. എഗെയിൻ സ്ട്രോങ് പറയുന്നത് ആകാശത്ത് മുട്ടുന്ന ഒരു ഗോപുരം പണിയുവാനാണ് പറഞ്ഞത്. സത്യത്തിൽ മുട്ടാൻ അവിടെ ഒന്നുമില്ല. പകരം ആ വാക്കിൻ്റെ അർത്ഥം ഇറ്റ്സ് എ ഡ്യുവൽ മീനിങ്, രണ്ടർത്ഥമുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. ആകാശത്ത് മുട്ടുക എന്ന് പറഞ്ഞതിനെ ആകാശത്തെ സ്വാധീനിക്കുക. പിശാചിൻ്റെ താല്പര്യം, ഞാൻ തിരിച്ചു സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങളുടെ മീതെ, എന്ന് പറഞ്ഞാൽ ഭക്തന്മാരായ ആളുകളുടെ മുകളിൽ, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ അതാ, അവയുടെ മുകളിൽ ഞാൻ കൊണ്ടുവെക്കും, ഞാൻ രാജാവായി വാഴും എന്ന് പറഞ്ഞാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് നയിച്ചതും പെൺകുട്ടികളെ വിവാഹം കഴിക്കത്തക്കവണ്ണം അവരുടെ സാദൃശ്യവും സ്വരൂപവും ദൈവത്തിൻ്റേതല്ലാതെ മാറ്റിയതും. ഇവൻ്റെ ഭാര്യയുടെ പേര് സെമിറാമി എന്നായിരുന്നു. ചരിത്രം ഇവരെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വർഗത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു ഉയരമുള്ള ഗോപുരമുണ്ടാക്കി അതിൻ്റെ മുകളിൽ സൈനുകൾ കൊണ്ടുവച്ച് പൈശാചിക മണ്ഡലത്തെ ആകർഷിച്ച് ഭൂമിയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന ഭയങ്കര മാന്ത്രിക ശക്തി ഉപയോഗിക്കുന്നവനായിരുന്നു നിമ്രോദ്. അതോടുകൂടെ അവൻ മാന്ത്രിക ശക്തിയിലേക്ക് ജനത്തെ നയിക്കുകയും ഓൾറെഡി അവരുടെ ശരീരങ്ങൾ മലിനമായി, അവിടെയും ഇവിടെയും വേണ്ടാത്തതെല്ലാം ധരിച്ചു വെച്ചു. അതുകൊണ്ട് ഇനി പിശാചിന് അവരെ ഉപയോഗിക്കാൻ കഴിയും എന്ന സാഹചര്യത്തിലായി അങ്ങനെ അവരെ നശിപ്പിച്ച് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ മൂന്നാമത്തെ ഫോളിലേക്ക് നടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 11:4 ആൻഡ് സെഡ് ലെറ്റ് us go and make. ഓക്കെ, അതിന് ഡിക്ഷണറിയിലുള്ള അർത്ഥത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നതാണ്. ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു. ആകാശത്തെ സ്വാധീനിക്കുക എന്ന ആശയമാണ് അതിനുള്ളത് എന്ന് സ്ട്രോങ് എടുത്തു പറഞ്ഞു. മുന്നോട്ട് വരട്ടെ. അതിൻ്റെ പരിണിതം എന്തായിരുന്നു? ഭൂമിയെ ദൈവം പലതായി തിരിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് വെള്ളം ഒരു ഭാഗത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. വെള്ളത്തിന് ദൈവം സമുദ്രമെന്ന് പേരിട്ടു. സമുദ്രം ഒന്നേ ഉള്ളൂ. കര ഒരു ഭാഗത്ത് മിച്ചം വന്നു. അതിനെ ദൈവം ഭൂമി എന്ന് വിളിച്ചു. കര ഒന്നേ ഉള്ളൂ, വെള്ളം ഒന്നേ ഉള്ളൂ. എന്നാൽ എർത്ത് വാസ് ഡിവൈഡഡ് ഇൻ ടു സബ് കോണ്ടിനൻസ്, സബ് കോണ്ടിനൻസ്, അയലൻഡ്സ് ആൻഡ് സ്മോൾ അയലൻഡ്സ്. അങ്ങനെ ദൈവം ഭൂമിയെ അടിച്ച് ചെതറിച്ച് ഒരുപാട് കഷണങ്ങളാക്കി മാറ്റി. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇതിനെ നിങ്ങൾക്കങ്ങ് തന്നേക്കാമെന്ന് പറയാം. മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, അടിച്ചതിലേ പോയില്ലെങ്കിൽ പോകുന്നതിലേ അടിച്ചേക്കാം. രണ്ടായാലും അടിച്ചിരിക്കും. അങ്ങനെ പോകുന്നതിലേ അടിക്കാൻ വരിക. മനുഷ്യൻ ദൈവത്തിന് ശത്രുവായി മാറുന്നതിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ തൊട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തിൽ അകപ്പെടേണ്ട രാഷ്ട്രങ്ങൾ ദൈവത്തിൻ്റെ ശത്രുവാകേണ്ടതിൻ്റെ ചരിത്രമാണ് ഞാൻ തൊടുന്നത്. അവരെ ആക്കാനായി തീരുമാനിച്ചു. ട്വിസ്റ്റഡ് ദിയർ ലാംഗ്വേജ്, അവരുടെ ഭാഷ പിണക്കി. വ്യത്യസ്ത ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷ ഇവർ സംസാരിക്കാൻ ഇവരെ അനുവദിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞു വിടുകയാ, അവരുടെ ഭാഷ പിണക്കി. സ്കാറ്റർഡ് ദ പീപ്പിൾ, ഉൽപ്പത്തി 11:8 ജനത്തെ ചിതറിച്ചു കളഞ്ഞു. സോൾഡ് ദം ടു ലെസർ പവേഴ്സ് ഓർ ഗോഡ്സ്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഗോഡ് എന്ന് എഴുതുന്നത് ചെറിയ അക്ഷരത്തിൽ ജിയും വലിയ അക്ഷരത്തിൽ ജിയും എഴുതുന്ന രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിൽ ജി എഴുതിയാൽ അത് ജീവനുള്ള ദൈവത്തെയും, ചെറിയ അക്ഷരത്തിൽ ജി എഴുതിയാൽ അത് ദൈവതുല്യരായി അല്ലെങ്കിൽ ദൈവത്തെ പോലെ ശക്തി ഉപയോഗിക്കുവാൻ കഴിയുന്ന ലെസർ പവേഴ്സ് ഓർ ലോവർ പവേഴ്സ് എന്ന് അവരെ വിളിക്കുന്നതാണ്. മോശെ ഒരിക്കൽ ദൈവം അയച്ചേച്ച് പറഞ്ഞു, ഫറവോൻ്റെ മുമ്പിൽ ഞാൻ നിന്നെ ദൈവമാക്കാൻ പോകുകയാണ്. അവിടെ ജി സ്മോൾ ലെറ്ററിലാണ്. നീ യഥാർത്ഥ ദൈവമല്ല, പക്ഷെ ദൈവത്തിനുള്ളതുപോലെ അധികാരം പ്രകടിപ്പിക്കാൻ നിനക്ക് കഴിയും. പലരെയും ദൈവം ഓരോ ഓർഗനൈസേഷൻ്റെ ഒരു ഓഫീസിൻ്റെ എങ്കിലും ചുമതല ഏൽപ്പിച്ചാൽ മനസ്സിലാക്കിക്കോണം, നിങ്ങളാരും ബിഗ് ക്യാപിറ്റൽ ലെറ്റർ ഗോഡ് അല്ല. നിങ്ങൾ അവിടത്തേക്ക് സ്മോൾ ലെറ്റർ ജി ആണ്. അവിടെ ദൈവിക അധികാരം ദൈവത്തിന് പകരം ദൈവത്തെ ഓർത്ത് ഉപയോഗിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 32:8 ESV ട്രാൻസ്ലേഷനിൽ ഇത് വളരെ വ്യക്തമാണ്. അങ്ങനെ ദൈവം ജനത്തെ ചെതറിച്ചു. ദൈവം ഈ ജനത്തെ ചെതറിക്കുമ്പോൾ സ്റ്റാർട്ടഡ് എ നേഷൻ ഗിവൺ ദം പീരീഡ് ആഫ്റ്റർ ഞാൻ ആ ഭാഗം ഒന്ന് തൊട്ടോട്ടെ. ദൈവം ജനത്തെ വേർതിരിക്കാൻ തീരുമാനിച്ചു. കംപ്ലീറ്റ് ചെയ്തില്ല. പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടാണ് ഈ പണി ഉണ്ടാക്കിയത്.
അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരുമിച്ച് കൂടണ്ട. ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊണ്ടുവന്നൊന്നും അല്ല, സ്വർഗത്തിലെ ദൈവം ഭൂമിയെ കൊണ്ടുവന്ന റൂളാണ്. ഇന്ന് നമ്മുടെ നേതാക്കന്മാർ പലരും കാണിക്കുന്നത് ഇവരൊന്നും കൊണ്ടുവന്നതല്ല, സ്വർഗത്തിലുണ്ടാക്കിയെന്നതാ. ഇനി നിങ്ങൾ ഒരുമിച്ച് നിൽക്കണ്ട, ഡിവൈഡ് ചെയ്തു. അതുകൊണ്ടാണ് ഭൂമിയെ പല കഷണങ്ങളായി തിരിച്ച് പല ഭാഷകൾ സംസാരിപ്പിച്ച് പല ദൂതന്മാരുടെ അധീനതയിലാക്കി പൊക്കോളാൻ പറഞ്ഞ് അവരെ പിരിച്ചുവിട്ടത്. അങ്ങനെ അവർ ദൈവത്തിന് വിരോധമായി ഒരുമിച്ചുകൂടി യുദ്ധം ചെയ്യാതിരിക്കേണ്ടതിന് അവരെ തൽക്കാലത്തേക്കൊന്ന് പിരിച്ചത് നിത്യകാര്യമല്ല, തൽക്കാലത്തേക്ക് അവരെ വെവ്വേറെ രാജ്യങ്ങളായി ഒന്ന് വേർതിരിച്ചു. ദ തേർഡ് ഫോൾ ഓഫ് മാൻ 11-ാം അധ്യായത്തിൽ പരിണിത ഫലങ്ങളിൽ രണ്ടാമത്തേത്, ഒന്നാമത്തേത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഒന്നാമത്തേത് ഓക്കെ, എർത്ത് വാസ് ഡിവൈഡഡ്, ട്വിസ്റ്റഡ് ദ ലാംഗ്വേജ്, സോൾഡ് ദം ടു ലോവർ പവേഴ്സ് ആൻഡ് സെൻഡ് ദം. രണ്ടാമത്തെ പരിണിതം ആവർത്തന പുസ്തകം 32:8 വെൻ ദ മോസ്റ്റ് ഹൈ ഗേവ് ദ നേഷൻസ് ദെയർ ഇൻഹെറിറ്റൻസ് വെൻ ഹി ഡിവൈഡഡ് മാൻകൈൻഡ് ഹി ഫിക്സഡ് ബോർഡേഴ്സ് ഓഫ് ദ പീപ്പിൾ അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് സൺസ് ഓഫ് ഗാഡ്. ഇവിടെ സൺസ് ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്ന ജിയ, ക്യാപിറ്റൽ ജിയ, അത് ശ്രദ്ധിക്കുന്ന കൊള്ളാം. ക്യാപിറ്റൽ ജി എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇത് വീണുപോയ ദൂതന്മാരെ കുറിക്കുന്ന പദമാണ് എന്നറിയുക. ട്രാൻസ്ലേറ്റേഴ്സ് പലരും ഇസ്രയേൽ എന്നതിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നത്. ചിൽഡ്രൻ ഓഫ് ഗാഡ്, ദ മോസ്റ്റ് ഹൈ, നിത്യനായ ദൈവത്തിൻ്റെ മക്കളായ വീണുപോയ ദൂതന്മാരെ കുറിക്കുന്നതാണ്. ബട്ട് ദ ലോർഡ്സ് പോർഷൻ ഈസ് ഹിസ് പീപ്പിൾ, ജേക്കബ് ഈസ് അലോട്ടഡ് ഇൻഹെറിറ്റേജ്. ദൈവം ജാതികൾക്ക് വേണ്ടി, ഈ ഇതര ശക്തികൾക്ക് ജാതികളെ വിറ്റ ശേഷം യാക്കോബിൻ്റെ മക്കളെ തനിക്ക് വേണ്ടി എടുത്തു. മറക്കരുത്, എനിക്ക് ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇന്നത്തെ യുദ്ധ സാഹചര്യത്തിൽ ഈ യാക്കോബിൻ്റെ മക്കൾക്കൊരു പറ്റുപറ്റി. ഇവർ പോയ പലയിടങ്ങളിലും അന്യജാതിക്കാരായ ആളുകളെ കണ്ടപ്പോൾ അവരെപ്പോലെ, ഇന്നത്തെ ഭാഷയിലോട്ട് ഞാൻ മാറ്റുക, പൊട്ടുതൊട്ടു, ചെവി കിഴിച്ചു, അതിലെ കിഴിച്ചു, ഇതിലെ കിഴിച്ചു, അവരെപ്പോലെ വസ്ത്രം ധരിച്ചു, ദൈവപ്രമാണം വിട്ടുകളഞ്ഞു, ജാതികളോട് ഇടകലരാൻ തുടങ്ങി. ആകയാൽ ദൈവം അവരെ കണ്ടിടത്തെല്ലാം ശിക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശിക്ഷിച്ചു എങ്കിലും അബ്രഹാമിനോട് കരുണ കാണിച്ചു. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 യേശു പറഞ്ഞത്, അവർ അഥവാ ഇസ്രയേൽ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരാക്കി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. ജാതികളുടെ കാലം എന്ന് പറഞ്ഞ് ദൈവം ഒരു കാലം മാറ്റിവെച്ചു. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ തന്നെ ജാതികളായി പലരെ തിരിച്ചേച്ച് അവരോട് പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണ്ട, നിങ്ങളെ പല ഗ്രൂപ്പുകളായി തിരിക്കാൻ പോവാണ്. അങ്ങനെ 100 ഗ്രൂപ്പുകളായി തിരിച്ചു. ഇന്ന് അത്രയും ഗ്രൂപ്പുകളൊന്നും ഇല്ല. പണ്ട് നമ്മുടെ കേരളം തന്നെ എന്ത് വരുന്നു, എന്തോ കാർത്തികപ്പള്ളി രാജാവ്, കരുനാഗപ്പള്ളി രാജാവ്, ഇവിടെ എല്ലാം രാജാക്കന്മാരായിരുന്നു. ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ അരമണിക്കൂർ കാർ ഓടിച്ച് ചെല്ലാവുന്ന ദൂരത്തിൽ മാറി 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 രാജാക്കന്മാരായിരുന്നു. വേണാട്ട് രാജാവോ മറ്റേ രാജാവ്, ഇങ്ങനെ ഒരുപാട് ഖണ്ഡങ്ങളായി ഇതിനെ പിരിച്ച് അവരെ ചെതറിച്ച് കളഞ്ഞു. ഒന്നിച്ചുകൂടി തൽക്കാലം വരണ്ട എന്ന് പറഞ്ഞു. എന്നാൽ AD 70 മുതൽ ഇസ്രയേലിനെയും ദൈവം പിരിച്ചുവിട്ടു, ജാതികൾക്ക് വേണ്ടി വിറ്റുകളഞ്ഞു. AD 70 മുതലാണ്. അതുവരെ ഇസ്രയേലൊക്കെ ഏറെക്കുറെ ഒരുമിച്ച് നിന്ന് ജാതികളെ ദൈവം പിരിച്ചു കളഞ്ഞു. അവരുടെ കാലങ്ങൾക്കും സമയങ്ങൾക്കും ദൈവം അതിർത്തി വെച്ചു. റോമാലേഖനം 11:21 സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ കാലമെന്ന് പറഞ്ഞ് ഒരു നീണ്ട കാലഘട്ടത്തെ അങ്ങ് മാറ്റിവെച്ചു. നാം ഇന്ന് ജീവിക്കുന്ന ജാതികളുടെ കാലത്തിലാണ്. പക്ഷേ ഈ കാലത്ത് തന്നെ ജാതികളുടെ സംഖ്യ ദൈവസന്നിധിയിൽ വരേണ്ടതുണ്ട്. മറക്കരുത്, ഇത്ര കോടി ആളുകൾ സ്വർഗരാജ്യത്തിന് അംശികളാകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ പൂർണ്ണ സംഖ്യ വരുന്നത് വരെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം സഭയ്ക്ക് ദൈവം തന്നിരിക്കും. പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം സഭയ്ക്ക് തന്നിരിക്കും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാതികളുടെ കാലത്ത് തന്നെ ജാതികളുടെ സംഖ്യ വേർതിരിഞ്ഞിരിക്കും എന്നറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ജാഗ്രതയോടെ പ്രവർത്തിക്കുവാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുന്നു.
അപ്പോസ്തലപ്രവൃത്തി 17:26 ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും തീരുമാനിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം വിട്ടുതരിക, പക്ഷേ എല്ലാ കാലവും നിങ്ങൾ ഭരിക്കുമെന്ന് കരുതരുത്. ഇല്ല, നിങ്ങളുടെ നിവാസത്തിന് അതിരുകളുണ്ട്, കാലങ്ങളുണ്ട്. അവിടം വരെ മാത്രമേ നിങ്ങൾ ഭരിക്കത്തുള്ളൂ, അവിടം വരെ പൊക്കോളാമെന്ന് പറഞ്ഞു. ഹി അലോട്ടഡ് എ ടൈം ഫോർ ജെൻറ്റൈൽസ്, ജാതികൾക്ക് ഭരിക്കുവാൻ അവസരം കൊടുത്തു. അതേ സമയത്ത് തന്നെ നിമ്രോദിൻ്റെ കാലത്ത് തന്നെ ജാതികളെ പിരിച്ചുവിടുമ്പോൾ ദൈവം അബ്രാം എന്നു പേരിൽ ഒരുവനെ വിളിച്ചു. ഒറ്റ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടാണ് വിളിക്കുന്നത്. അത് മച്ചിയായ ഭാര്യ. അബ്രാമിനെ വിളിച്ചേച്ചു പറഞ്ഞു, ഞാൻ ഈ ജാതികളെ മുഴുവൻ തള്ളിയിരിക്കുകയാണ്, എനിക്കവരെ വേണ്ട. അവരാണ് ദൈവത്തിൻ്റെ ശത്രുക്കളായ മനുഷ്യർ. ഞാനവരെ വേർതിരിച്ചിരിക്കുകയാണ്. എന്നാൽ നീ അങ്ങനെയല്ല, നീ ഒറ്റയ്ക്കൊരുത്തൻ മതി. ഞാൻ നിനക്കൊരല്പം സ്ഥലം തരാം. ഞാൻ ആ സ്ഥലം പല പ്രാവശ്യം എടുത്തു പറഞ്ഞതാണ്. ആകപ്പാടെ ഭൂമി അതിൻ്റെ 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് നമ്മുടെ ഭൂമി. 510 സ്ക്വയർ കിലോമീറ്ററാണ് നമ്മുടെ ഭൂമി. അതിനകത്തുനിന്ന് 22,145 സ്ക്വയർ കിലോമീറ്റർ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം ഞാൻ അബ്രഹാമിന് തരാം എന്ന് പറഞ്ഞോട്ടിട്ടു. ആ വലിയ മാപ്പിനകത്ത് ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും കാണത്തില്ല, അത്രയും ചെറുതാണ് ഇസ്രയേൽ. ഞാൻ ആ ഭാഗം എടുത്തു കാണിച്ചു. പക്ഷെ ഈ പറയുന്ന ഭാഗം പോലും ഇസ്രയേൽ ഇന്നു വരെ ഭരിച്ചിട്ടില്ല. അതറിയാമോ? ഇന്നു വരെ അത്രയും അവരെ കിട്ടിയിട്ടില്ല. ദാവീദിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഇസ്രയേലിന് ലഭിച്ചത്. ഇന്നും കിട്ടിയിട്ടില്ല. കാരണം ഇവന്മാർ പോയ പോക്കിന് ജാതികളുടെ വഴിയിൽ നടന്നു, ജാതികളെപ്പോലെ ജീവിച്ചു. ആകയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ അവർക്ക് ഇന്നും കഴിയാതെ പോയി. ഇതൊക്കെയാണ് ഗൗരവമുള്ള കുറേ കാര്യങ്ങൾ. അവർക്കിന്നും വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ കഴിയാതെ പോയി. എന്നാൽ ആകെ ഭൂമിയുടെ 25 ലക്ഷത്തിൽ ഒരു ഭാഗം അപ്രോക്സിമേറ്റ്ലി ദൈവം അവരോട് വാക്കു പറഞ്ഞു. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള ദേശം. യെരമ്യാ പ്രവചനത്തിൻ്റെ പുസ്തകം ജാതികളോട് പറയുന്നതാണ്. 27:6 മുതൽ 6-7 വാക്യം. ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെ ഒക്കെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശത്തിൻ്റെ കാലാവധി ആകുവോളം സേവിക്കും. അതിൻ്റെ ശേഷം അനേക ജാതികളും വലിയ രാജാക്കന്മാരും അവനെ കൊണ്ട് സേവ ചെയ്യിക്കും. ഒരു 3 ജനറേഷൻ ഞാനിത് നെബൂഖദ്നേസറിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞ കർത്താവ് കൊടുക്കുമ്പോൾ ആ പരിധികളും കാലങ്ങളും നിയമിച്ചാണ് കൊടുക്കുന്നത്. ബ്ലാങ്കറ്റ് റേറ്റിൽ കൊണ്ടുവയ്ക്കോളാൻ പറഞ്ഞ് ആർക്കും കൊടുത്തിട്ടില്ല. ഇത്ര കാലത്തേക്ക് നീ എടുത്തോ. ബാബേൽ രാജാക്കന്മാരോട് പറഞ്ഞു, നീയും നിൻ്റെ മകനും നിൻ്റെ മകൻ്റെ മകനും 3 ജനറേഷൻ നീ അവിടെ ഭരിച്ചു. നീ പലരെയും പിടിച്ച് അടിമകളാക്കും. പക്ഷേ ഭാവിയിൽ ഒരിക്കൽ അവന്മാർ നിന്നെ പിടിച്ച് അടിമയാക്കും. നിന്നെക്കൊണ്ടും അവർ സേവ ചെയ്യിക്കും. ഇതാണ് നിനക്കുള്ള വിധി. നിനക്കിത് തന്നിരിക്കുന്നു. സമയങ്ങളും കാലങ്ങളും പരിധികളും വെച്ച് സ്ഥലങ്ങൾ ഓരോരുത്തർക്ക് പകുത്തു കൊടുത്തു. അവൻ രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുന്നു. ദാനിയേൽ 2:21 അവൻ കാലങ്ങളെയും സമയങ്ങളെയും, അവനെന്ന് പറയുന്ന ദൈവമാണ്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. ആ അപ്പോസ്തലപ്രവൃത്തി നമ്മൾ കണ്ട വാക്യമാണ്. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഇങ്ങനെ ദൈവം ഇസ്രയേലിനെ ഒരു ഭാഗത്തും ബാക്കി മുഴുവൻ ജാതികളെയും മറുഭാഗത്തുമായി 2ആയി വേർതിരിച്ചു. ഇതിനകത്ത് കർത്താവ് യേശുവിൻ്റെ ജീവകാലത്തൊരിക്കൽ യേശു ഒരത്തിയിൽ ഫലം തേടി ചെന്നു. ഞാനിപ്പം നിൽക്കുന്നത് എവിടെയാണ്? ലോകത്തെ 2ആയി തിരിച്ചു. ഒന്ന് ജാതികൾ, അവർക്ക് കാലങ്ങളും ആണ്ടുകളും തീരുമാനിച്ച് ഈ സമയം മുതൽ ഈ സമയം വരെ ഇന്നിടം മുതൽ ഇന്നിടം വരെയുള്ള നീ ഭരിക്കണം എന്ന് പറഞ്ഞു. അബ്രഹാമിനെ വിളിച്ചേച്ച് പറഞ്ഞു, നിൻ്റെ സന്തതിക്ക് ഫ്രാത്ത് മുതൽ മഹാനദി വരെ കൊടുക്കണം, നീ എവിടെ ഭരിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ, അബ്രഹാമിൽ തന്നെ തുടങ്ങി പ്രശ്നം.
അബ്രഹാമിനോട് പറഞ്ഞു സ്വദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടുപോകാൻ പറഞ്ഞു. പക്ഷേ അബ്രഹാം പോയത് അങ്ങനല്ല. അപ്പനെ കൂടെ കൊണ്ടുപോയി, ചേട്ടനെ കൂടെ കൊണ്ടുപോയി. കാര്യം അവിടെ മുതൽ മിസ്റ്റേക്കുണ്ട്, ഇങ്ങനെ പരാജയങ്ങൾ പറ്റി. അതുകൊണ്ട് തക്ക സമയത്തൊന്നും ചെയ്യാൻ ദൈവത്തിനും കഴിഞ്ഞില്ല. ദൈവം ഇങ്ങനെ കാലത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവസാനം ഇസ്രായേൽ ഭരണം ആരംഭിച്ചു. യേശുവിൻ്റെ സമയമായതോടുകൂടെ യേശു ഒരിക്കൽ ഫലം തേടി ഒരു അത്തിവൃക്ഷത്തിൻ്റെ അടുക്കൽ ചെന്നു. അത്തി എന്നത് ഇസ്രായേലിൻ്റെ പൊളിറ്റിക്കൽ സൈനാണ്. പൊളിറ്റിക്കൽ ഇസ്രായേലിൻ്റെ സൈനാണ് അത്തി. അവരുടെ സ്പിരിച്വൽ ഇസ്രായേലിനെ മുന്തിരി കാണിക്കും. മുന്തിരിയോട് ഉപമിച്ചാണ് സ്പിരിച്വൽ ഇസ്രായേലിനെ കാണിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്രായേലിനെ കാണിക്കുന്നത് അത്തിയോട് ഉപമിച്ചാണ്. ഇങ്ങനെ പലതിനോട് ഉപമിച്ച് പലതുമുണ്ട്. ഈ ഫലം അന്വേഷിച്ച് എന്നു ഫലമില്ലാതെ വന്നതിനാൽ യേശു അതിനെ ശപിച്ച് ഉണക്കിക്കളഞ്ഞു എന്നാണ് കാണുന്നത്. അത് വേരോടെ ഉണങ്ങിപ്പോയി. അതൊരു ഭയങ്കര പ്രയോഗമാണ്, വേരോടെ ഉണങ്ങി. ഞാനത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. സാധാരണ ഒരു വൃക്ഷം ഉണങ്ങിയാൽ വേരുണങ്ങാറില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞതിന് ഫലം കായ്ക്കാത്തവരെല്ലാം കൂടി ഒത്തിരി ബഹളം ഉണ്ടാക്കി. പോട്ടെ, ഫലം കായ്ക്കുന്നവർക്കതൊരു പ്രചോദനമായി ഒരുപാട് പേര് ഇനിയും ഫലം കായ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഫലം കായ്ക്കുന്നവർക്ക് ഇത് പ്രയോജനമാകട്ടെ. ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ വെട്ടി തീയിലിടാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ വേരിൽ നിന്ന് നാളെ ഒരു പൊട്ടിക്കിളിപ്പുണ്ടായി എന്ന് വരും. സന്തതിയുടെ കാലത്തെങ്കിലും അവർക്കൊരു നന്മയുണ്ടാകും. എന്നാൽ ഇത് ശപിച്ചുണക്കിയത് വേരോടെ ഉണങ്ങി ഒരു കിളിർപ്പ് പോലും ഉണ്ടാകാതെ അതിനെ പൂർണ്ണമായി എടുത്തു കളയുകയായിരുന്നു യേശു ചെയ്തത്. അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷം 19:43-44 ഇസ്രായേലേ, ഇന്നെങ്കിലും ഈ പ്രത്യേക ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് ഓൺ ദിസ് യുവർ ഗിവൺ ഡേ, നിനക്ക് വേണ്ടി വിധിച്ചിരിക്കുന്ന ഈ ദിവസമെങ്കിലും നീ എന്നെ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ നിൻ്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞില്ല എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് യേശു ഒടുവിലത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഈ അത്തിയെ ശപിച്ച് ഉണക്കിയേച്ചാണ് എന്ന് മറക്കരുത്. ഈ നാളിൽ എൻ്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിൻ്റെ സന്ദർശനകാലം നീ അറിയാതിരുന്നതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള മക്കളെയും നിലത്ത് തള്ളിയിട്ട് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം വരും. യേശു ഇസ്രായേലിനെ നോക്കി വിലപിച്ചേച്ച് പറഞ്ഞു, ഇന്നെങ്കിലും നീ ഇത് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ഇന്നെന്നെ കേൾക്കുന്ന സകലരോടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരോട്, ബഥേലിനകത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ഫസ്റ്റ് സർവീസിൻ്റെ മെമ്പേഴ്സിനോട് ചേർത്ത് ഒന്ന് വിളിച്ചു പറയട്ടെ. യേശു അവസാനം വിളിച്ചു പറഞ്ഞതുപോലെ ഇപ്പോഴെങ്കിലും ഈ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയം അടുത്ത് ഇത് വന്ന് തലേ കയറുന്ന ആ സമയത്തെങ്കിലും നമ്മുടെ വീണ്ടെടുപ്പിനുള്ളത് നമ്മൾ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അറിയാതിരുന്നാൽ നാമും ചുറ്റുവട്ടമുള്ള ലോകത്തെ പോലെ നശിച്ചു പോകും. അത് വരാതിരിക്കുവാൻ, ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. എന്നായിരിക്കും മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കേണ്ടത്? എന്നായിരിക്കും അന്ത്യകാലത്തിൻ്റെ അന്ത്യവേള? ലൂക്കോസിൻ്റെ സുവിശേഷം 21:20 സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഇത് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എടുക്കുമ്പോൾ, കഴിഞ്ഞ രാത്രിയിൽ ഞാനിത് ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കുകയാണ്. 2 days ago എന്നതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന കാണാം. ഒന്നാമത്തെ പിക്ചറിൽ ഇസ്രായേലിനോട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന സൈന്യങ്ങൾ വളഞ്ഞിരിക്കുന്ന ഇടങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. മൊത്തം വളഞ്ഞിരിക്കുക. 2 days ബാക്ക്, ഇന്നലെ കഴിഞ്ഞ രാത്രിയിലാണ് ഞാൻ എടുത്തത്. അതിന് 2 ദിവസം മുമ്പേ ഉള്ള ചരിത്രമാണ് ഈ തരുന്നത്. ഇസ്രായേൽ കത്തി എരിയുന്നത് നിങ്ങൾക്ക് കാണാം. അവിടെയും ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ നടക്കുക. അവർ തകർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തു എന്ന് നിങ്ങൾ അറിയുക. അതിൻ്റെ നാശം അടുത്താൽ സഭ ഇവിടുന്ന് മാറും. ആ കാര്യം മറക്കല്ല. ഇത് പറയാനാണ് ഞാൻ ഈ വഴിയെല്ലാം വരുന്നത്. സഭ ഇവിടുന്ന് മാറും. ഇസ്രായേലിൻ്റെ നാശവും അടുക്കുകയാണ്. സഭ ഇവിടെ നിന്ന് മാറും. വരട്ടെ. ഇസ്രായേൽ അവരൊരു ജാതിയായിരുന്ന സമയത്ത് 46 പ്രാവശ്യം ശത്രുരാജാക്കന്മാർ അവരെ അറ്റാക്ക് ചെയ്തു. 30 പ്രാവശ്യം പാർഷ്യലി അവർ ഡിസ്ട്രോയിഡായി. 25 പ്രാവശ്യം അവിടുത്തെ ഗവൺമെൻറ്റുകൾ ചേഞ്ചായി. ഇന്നും അത് നിൽക്കുകയാണ്. 1948 അത്തി പിന്നെയും തളിർക്കാൻ തുടങ്ങി.
ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു പറയുന്ന വേദഭാഗത്ത്, മത്തായിലതില്ല, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു പറയുന്ന വേദഭാഗത്ത് അത്തി മുതലായ വൃക്ഷങ്ങൾ എന്നൊരു പദപ്രയോഗമുണ്ട്. അത്തി മുതലായ വൃക്ഷങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത്തി തളിർക്കുന്ന കാലഘട്ടത്തിൽ ഒരെണ്ണം തന്നെയല്ല തളിർക്കുന്നത്, പലത് തളിർക്കും. അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് നോക്കിക്കോണം. ലൂക്കോസ് 21:29-30 അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവീൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. കൂടെ ഇസ്രയേലിൻ്റെ അടുത്ത കാലഘട്ടങ്ങളിലായി ഇസ്രയേൽ പുനരുദ്ധരിക്കപ്പെടുന്നത് 48-ലാണ്. അതോട് ചേർന്ന് ഉദ്ധരിക്കപ്പെട്ട മുതലായ വൃക്ഷങ്ങൾ ഇന്തോനേഷ്യ 45-ൽ, വിയറ്റ്നാം 45-ൽ, ജോർദാൻ 46-ൽ, ഫിലിപ്പൈൻസ് 46-ൽ, ഇന്ത്യ 47-ൽ, പാകിസ്ഥാൻ 47-ൽ, മയൂർ ബർമ 48-ൽ, ശ്രീലങ്ക 48-ൽ, ഇസ്രയേൽ 48-ൽ, നോർത്ത് കൊറിയ 48-ൽ, സൗത്ത് കൊറിയ 48-ൽ, ചൈന 49-ൽ. മനസ്സിലാകുന്നുണ്ടോ? അത്തി തന്നെയൊന്നുമല്ല വന്നത്, അത്തി മുതലായ വൃക്ഷങ്ങൾ തിരിച്ചു തളർക്കുമ്പോൾ അറിഞ്ഞോണം വേനലടുത്തു. തയ്യാറായിക്കോ, നിങ്ങൾ റെഡി ആയിക്കോളാൻ. യേശു തുടർന്നൊരു പദം കൂടെ പറഞ്ഞു. ഓക്കെ, ഇവിടുന്ന് ഞാനങ്ങ് പോകുക. നിൽക്കട്ടെ. യേശു തുടർന്നൊരു പദം കൂടെ പറഞ്ഞു. ഇത് കണ്ടു തുടങ്ങുമ്പോൾ വേനലടുത്തു വന്ന് അറിഞ്ഞോണം. അത്തി തളിർക്കുന്നത് കണ്ട തലമുറ, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുന്നത് കണ്ട തലമുറ സകലതും സംഭവിച്ചു തീരുവോളം മാറുകയില്ല. അതിലൊന്നാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എം.എ. വർഗീസ്. കൊന്നുകളയാൻ പലരും വന്നതാ, മരിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ പലതും ഉണ്ടായതാ. ജീവനെ ഇന്ന് വരെ രക്ഷിച്ചിവിടെ നിർത്തിയത് 10,000ങ്ങളുടെ മുമ്പിൽ ഇന്നും ഈ സംഭവത്തിന് സാക്ഷ്യം വഹിപ്പാനാ. അത്തി തളിർക്കുന്നത് കണ്ട തലമുറയിൽ പെട്ടതാ ഞാൻ. 1947 മുതൽ ജനിച്ചവർ എല്ലാ തലമുറയിൽ പെടുന്നവരാ. അങ്ങനത്തെ പലരും നമുക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 46-ലാണ് ഞാൻ, പക്ഷേ 47 മുതൽ ജനിച്ചവരൊക്കെയും ഈ തലമുറ കണ്ട. അതിന് മുമ്പേ ജനിച്ചവർ നിശ്ചയമായിട്ടുമുണ്ട്, പക്ഷെ അവിടെ മുതൽ യങ്ങസ്റ്റ് ജനറേഷൻ ഇത് കണ്ടവരാണ്. ഇത് മുഴുവനും അവർ കണ്ടേ പറ്റത്തുള്ളൂ. ജാതികളായി തിരിച്ച കൂട്ടത്തിൽ ഏറ്റവും പ്രധാന ജാതികൾ ആരൊക്കെയായിരുന്നു? ബാബിലോൺ. അതിനെ ഒരു ഉപമയിൽ വെളിപ്പാടുകളിൽ ദൈവം കാണിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകനെ കാണിക്കുമ്പോൾ അതിനെ ഒരു സിംഹമായി കാണിച്ചു. അത് രാജാവിനെ കാണിക്കുമ്പോൾ ഗോൾഡായി കാണിച്ചു. രണ്ടാമത്തെ പ്രധാന രാജ്യമായിരുന്നു മെൻഡോപേഷ്യ. രാജാവ് കണ്ടപ്പോൾ അതിനെ സിൽവറായി കണ്ടു, ദാനിയേൽ കണ്ടപ്പോൾ അതിനെ ബിയറായി കണ്ടു. ബ്രാസായി ഗ്രീസിനെ കാണിച്ചു, ലെപ്പേഡായി അത് ദാനിയേലിനെ കാണിച്ചു. രാജാവ് ഒരു ദർശനം കണ്ടു, ദർശനത്തിലേക്ക് വരും. അതിനകത്തൊരു ബിംബത്തെയാണ് കാണിക്കുന്നത്. ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചലനമില്ലാത്ത ചേതനയില്ലാത്ത വസ്തുക്കളായി, പക്ഷേ അതിൻ്റെ വില കൊണ്ടും ആപേക്ഷിക സാന്ദ്രത കൊണ്ടും അതിനെ മനസ്സിലാക്കുവാൻ രാജാവിനെ കാണിക്കുമ്പോൾ, അതേ വെളിപ്പാട് ദാനിയേൽ പ്രവാചകനെ കാണിക്കുമ്പോൾ സഞ്ചരിക്കുന്ന ജീവനുള്ള മൃഗങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ സ്വഭാവം വരെ ദാനിയേൽ എടുത്തു കാണുന്നുണ്ട്. അയൺ, റോമൻ ഗവൺമെൻറ്റിനെ അയണായി കാണിച്ചു. അതിനെ ഒരു ടെറിബിൾ മൃഗമായി ദാനിയേലിനെ കാണിച്ചു. അയൺ ആൻഡ് ക്ലേ ഒരുമിച്ച് ചേർന്ന ഒന്ന്, ഇരുമ്പും കളിമണ്ണും ചേർന്നത് ഇന്ന് കാണുന്ന ജനായത്ത ഭരണമാണ്. നമ്മൾ അവിടം വരെ വന്നു, നമ്മൾ അവിടം വരെ എത്തി. ഇനിയും ഒരു മൃഗം തിരിച്ചു വരും. ആരൊക്കെയായിരിക്കും പ്രധാന പാർട്ടികൾ? 1, വീണുപോയ ദൂതന്മാർ. 2, ഒരു കൂട്ടം മനുഷ്യർ. അതിനകത്ത് ഒരു മൃഗത്തെ കണ്ടു, ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗം. ദൈവം ആരംഭമായി ജാതികൾക്ക് ഭരണം കൈമാറുമ്പോൾ തല്ലി ഉടച്ച് ഒരുമിച്ച് വരണ്ട, തൽക്കാലം നിങ്ങൾ പോയി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഭരിക്ക്, എന്നോട് യുദ്ധം ചെയ്യാൻ ഇപ്പം വരണ്ടെന്നും പറഞ്ഞ് അവരെ തല്ലി ഉടച്ചു വിട്ടു. പക്ഷേ ഒടുവിലായി യുദ്ധത്തിന് ദൈവം അവരെ തിരിച്ചു വിളിക്കുന്നൊരു സമയമുണ്ട്. അന്ന് ഈ ജാതികളെ ദൈവം ഒരുമിച്ച് ചേർക്കും. തൻ്റെ ഘോരവും ഭയങ്കരമായ ഒരു മൃഗത്തെ കണ്ടു. അതിന് സിംഹം, ബിയർ, ലെപ്പേർഡ് എന്നിവയുടെ രൂപസാദൃശ്യം ഉണ്ടായിരുന്നു. അവനെക്കുറിച്ച് ദാനിയേൽ പ്രവചനം 8:24 പറയുന്നത്, ഹിസ് പവർ ഷാൽ ബി മൈറ്റി ബട്ട് നോട്ട് ബൈ ഹിസ് ഓൺ പവർ. ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാൽ അവയ്ക്ക് ശക്തിയുണ്ട്, പക്ഷേ
അവർ ദൈവത്തോട് യുദ്ധം ചെയ്യാൻ പോകുന്ന സ്വന്തം ശക്തി കൊണ്ടല്ല, വേറൊരുത്തൻ്റെ ശക്തിയും കൂടെ അവർക്ക് ലഭിക്കും. ആ ശക്തിയും കൂടെ ചേർത്താണ് അവർ യുദ്ധം ചെയ്യാൻ വരുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഡ്രാഗൺ ഗേവ് ഹിം പവർ, സീറ്റ് ആൻഡ് ഗ്രേറ്റ് അതോറിറ്റി. ഒരു പാമ്പുണ്ടല്ലോ, പഴയ പാമ്പ്, ആ പുള്ളി, ആ വീണുപോയ പിശാച്, ആ വീണുപോയ ദൂതന്മാർ, ആ 1/3 ശക്തികൾ ഒരുമിച്ച് ചേർന്ന് അതിനെ ഒരു ഡ്രാഗണായി ചിത്രീകരിക്കുന്നു. ആ ഡ്രാഗണാണ് ഇവർക്ക് ശക്തി കൊടുക്കുന്നത്, മനുഷ്യനില്ലാത്ത ബലം. ഒരു വശത്ത് ഇസ്രയേലിന് ദൈവം ശക്തി പകരാൻ പോവുകയാണെങ്കിലും വീണുപോയ ജാതികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു സംയുക്ത ഗ്രൂപ്പാക്കിക്കൊണ്ട് അതിന് പൈശാചിക ശക്തിയെ അവൻ പകരും. ദ റൂട്ട്സ് ഓഫ് ആൻറ്റി ക്രൈസ്റ്റ് ഡ്രാഗൺ. ആ ഡ്രാഗൺ മുതൽ ഇങ്ങോട്ട് ചിന്തിക്കാൻ പോകാം. ഇപ്പം ഞാൻ 2 പേരെ തൊട്ടു. ഒന്ന് വീണുപോയ മനുഷ്യൻ, അതിനു മുമ്പേ ദൂതന്മാർ, വീണുപോയ ദൂതന്മാർ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് യുദ്ധത്തിന് വരുന്നത്. ഇനി ആ ഡ്രാഗനെ ഒന്ന് കാണാം. 7 തലയും 10 കൊമ്പുമുള്ള ഒരു സർപ്പം സ്വർഗത്തിൽ നിൽക്കുന്നത് കണ്ടു. ഭൂമിയിലൊരു മൃഗത്തെ കണ്ടു, അതിനും 7 തലയും 10 കൊമ്പുമുണ്ട്. അത് മനുഷ്യർ ചേർന്നതാണ്. മുകളിലൊരെണ്ണത്തെ കണ്ടു, അതിനുമുണ്ട് 7 കൊമ്പും 10 തലയും. എന്ന് പറഞ്ഞാൽ ഒരേ ആത്മാവാണ് ഇത് രണ്ടും, ഒരേ ആത്മാവാണ് ഇത് രണ്ടും. ബോത്ത് ഹാവ് ദ സെയിം 1/3 സ്റ്റാർസ് ഓൺ എർത്ത് and 7 head and 10 horns. 1/3 ദൂതന്മാർ സ്വർഗത്തിൽ നിന്നും അല്ലെങ്കിൽ ആകാശത്ത് നിന്നും 7 തലയും 10 കൊമ്പുമുള്ള ഇതിനു മുമ്പേ കഴിഞ്ഞുപോയ പ്രധാന രാജ്യങ്ങളുടെ എല്ലാം സ്വഭാവങ്ങൾ ഒരുമിച്ച് ചേരുന്ന 3ാമതൊരു ഗവൺമെൻറ്റുമായി ഒരുമിച്ച് ചേരുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ആൻഡ് ദെർ വാസ് എ വാർ ഇൻ ഹെവൻ, സൈറ്റൻ ആൻഡ് ഡെവിൾ ആൻഡ് സൈറ്റൻ അവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് എതിർ ക്രിസ്തു എന്ന ഈ ഭൗതിക ഗവൺമെൻറ്റിന് അധികാരം കൊടുത്തു. ഞാൻ ഇന്ന് മേഘത്തിൽ പോകത്തില്ല. ഭൗതിക ഗവൺമെൻറ്റിന് അനുവാദം കൊടുത്തു. അവർ ഒരുമിച്ച് ഭരിക്കാൻ വരികയാണ്. മറക്കല്ല്, 3-ാം ലോക മഹായുദ്ധം വരുന്നതിന് മുന്നമേ ചില ലക്ഷണങ്ങളും കൂടെ കാണണം. ഞാൻ അടുത്ത 2-3 മിനിറ്റ് കൊണ്ട് നിർത്തും. ഇസ്രയേലിനെ സംബന്ധിച്ച് അത് ദൈവത്തിൻ്റെ ക്ലോക്കും, സഭയെ സംബന്ധിച്ച് അത് പ്രവചനത്തിൻ്റെ വാച്ചും. ഒന്നുകൂടെ ആവർത്തിക്കാം. ഇസ്രയേൽ ദൈവത്തിൻ്റെ ക്ലോക്ക, സമയം കാണിക്കുന്ന. സഭ ദൈവത്തിൻ്റെ വാച്ച, അതാ കയ്യിൽ എപ്പോഴും ഉള്ളത്. അത് ദൈവത്തിൻ്റെ വാച്ച, പ്രവചനത്തിൻ്റെ സമയം കാണിക്കുന്ന. ഇത് രണ്ടും ഒരുപോലെ 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തെ എടുത്തു കാണിക്കുന്നു. യേശു പറഞ്ഞു, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ദൈവത്തിൻ്റെ വചനം മാറാത്തതാണ്. ആ വചനം ഇങ്ങനെ പറഞ്ഞു, ഈ തലമുറ, ഞാൻ ആ വാക്യത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്, ഈ തലമുറ, എൻ്റെ തലമുറ. ഞാൻ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു പക്ഷേ പോയേക്കാം. പക്ഷേ എൻ്റെ തലമുറ തീരുന്നതിന് മുന്നമേ കർത്താവേ അങ്ങനെ സംഭവിക്കരുതേ, രൂപാന്തരപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും കാണണേ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കാണണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കാണുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവിടെ യേശു പറയുന്ന പദമുണ്ട്, വേർലി വേർലി ഐ സേ അണ്ടു യു. യേശു അങ്ങനെ അധികം പറയേണ്ട കാര്യമില്ല. യേശു കള്ളം പറയുന്നവനല്ല, സത്യമേ പറയത്തുള്ളൂ. പിന്നെ സത്യം സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു പറയാൻ കാര്യം അതുപോലെ തന്നെ ആണയിട്ട് ഉറപ്പിക്കുകയാണ്, ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. സഭ, ഇനിയും സഭയെക്കുറിച്ച് പറയാം. ഇസ്രായേലിനെ കണ്ടു, ഇനി സഭയെക്കുറിച്ച് പറയാൻ പോകാം. സഭ ഒരു ഭയങ്കര പോളറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ സഭ 2ആയി പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ പിരിഞ്ഞു കഴിഞ്ഞു. ഒന്ന്, പത്യോപദേശവും വിശുദ്ധിയും കാക്കുന്നവർ പരിശുദ്ധാത്മാവിനോടൊപ്പം നിൽക്കുക. ഐ റിപ്പീറ്റ്, പത്യോപദേശവും വിശുദ്ധിയും കാക്കുന്ന ഒരു ജനം പരിശുദ്ധാത്മാവിനോട് കൂടെ. അല്ലാത്തവർ വ്യാജാത്മാവിനോടൊപ്പം, ലോകത്തോടൊപ്പം. അതും സഭയാ. അതിനെയും സഭയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. കണ്ടാൽ തിരിച്ചറിയാൻ പ്രയാസമാണ്. മെനി വിൽ അക്സെപ്റ്റ് ദി മാർക്ക് ബൈ ചോയ്സ്, അതേഴ്സ് ബൈ ഹെവി ഡിസെപ്ഷൻ. അവരുടെ സ്വന്തം ചോയ്സിൽ പലരും അശുദ്ധാത്മാവിനെ സ്വീകരിക്കും. വേറെ ചിലർ ഗംഭീരം നിർബന്ധത്തിൻ്റെ പുറത്ത് വഴങ്ങി അതിനെ സ്വീകരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഈ ചർച്ചിൽ നിന്ന് ഒരു മോള് തന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവകൃപയിലായി. തുടർന്ന് അവൾ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളോട് ആ പഴയ പാരമ്പര്യത്തിൽ നിന്ന്, അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു.
ആ മോൾ എന്നോട് വന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വ്യക്തമായി അറിയാവുന്നത്. ഒക്കത്തില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. ആ സമയത്താണ് അപ്പൻ ചെയ്തത്. അപ്പൻ സ്വയം മോളെ ഒരു റൂമിലോട്ട് വിളിച്ച് തലയിൽ കൂടെ മണ്ണെണ്ണ ഒഴിച്ചൊരു തീപ്പെട്ടി എടുത്ത് മോഡയിലോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, നീ എന്നെ കത്തിയിര്. അഥവാ നീ എന്നെ കത്തിക്കുന്നില്ലെങ്കിൽ ഞാൻ സ്വയം കത്തിക്കാൻ പോവാ എന്നെ തന്നെ. ഞാൻ പറയുന്ന പയ്യനെ നീ വിവാഹം കഴിച്ചില്ലെങ്കിൽ നിൻ്റെ മുമ്പിൽ ഞാൻ തീരുകയാണ്, ഇനി ഞാനില്ല. ആ പെണ്ണിന് നിവൃത്തിയില്ലാതെയായി. അവൾ സമ്മതിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. ചിലർ നിർബന്ധത്താൽ എതിർ ക്രിസ്തുവിനെ അംഗീകരിക്കും, ചിലർ നിർബന്ധത്താൽ, വേറെ ചിലർ ബൈ ചോയ്സ്. എങ്ങനെയും ഇതിൻ്റെ പുറകെ, ഈ മുദ്രയുടെ പുറകെ പോകാതിരിപ്പാൻ നമുക്കൊന്ന് നോക്കാം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നു. ലോകത്തിനോട് ചേർന്ന് ഒരു കൂട്ടം ജനം മാറുമ്പോൾ, വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ, വേർപാടിനും വിശുദ്ധിക്കും വേണ്ടി സ്വയം ഏൽപ്പിച്ചവർ അതിന് വിരോധമായ ന്യായങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല, അന്വേഷിച്ച് ന്യായങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ട് മാറുമ്പോൾ, എക്സ് പെൻഡക്കോസ്റ്റൽസായി അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ പെൻഡക്കോസ്റ്റൽസായി ഒരു ഭാഗം മാറുമ്പോൾ, പണ്ടൊരിക്കലൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ഞാനത് ഒത്തിരി ഗൗരവമായി എടുത്തതാണ്. whyiLeft.com ഒരു വെബ്സൈറ്റായിരുന്നു, whyiLeft.com. പെന്തക്കോസ്റ്റിൽ നിന്ന് വിട്ടുമാറിയ ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് പെന്തക്കോസ്റ്റിനെ കുറിച്ച് കണ്ടുപിടിക്കാവുന്നിടത്തോളം ന്യൂനപദങ്ങൾ ഒരുമിച്ച് പറഞ്ഞ് അവരെല്ലാം കൂടെ ചേർന്ന് എഴുതിയ ഒരു ഭയങ്കര വെബ്സൈറ്റ്, 10-20 ശിഷ്ടം പേജുള്ള ഒരു വെബ്സൈറ്റായിരുന്നു whyiLeft.com. എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ കണ്ണ് കാണാവുന്ന പ്രായമായിരുന്നതുകൊണ്ട് അതൊരു 10 പ്രാവശ്യമെങ്കിലും വായിച്ച് അവരുടെ ഓരോ പോയിൻറ്റും കള്ളമാണ്, വ്യാജമാണ്, ശൂന്യമാണ് എന്ന് കണ്ടുപിടിക്കുവാൻ കർത്താവ് കൃപ തന്ന് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുവാൻ കൃപ കൊടുത്തതിനായി സ്തോത്രം. ഞാനിവിടോട്ട് നിർത്തട്ടെ. എതിർ ക്രിസ്തുവിൻ്റെ വരവ്: 1, വീണുപോയ ദൂതന്മാർ; 2, വീണുപോയ മാനവവർഗം. ഇവർ രണ്ടുപേരും ഒരുമിക്കും. അതോടുകൂടി ഒരു വ്യാജ മതത്തിൻ്റെ രൂപത്തിൽ ഇവർ വേഷം കൊള്ളും. വ്യാജ മതം അതും കൂടെ രംഗത്ത് വരും. ഇവർ 3 കൂടെ ചേർന്നാണ് ഈ ഭൂമിയിൽ യുദ്ധം ചെയ്യാനായി വരുന്നത്. 2, ഇസ്രയേലിനോട് ചേർന്ന് ബ്രിട്ടൻ്റെ ബാലസിംഹങ്ങളും വരും. തർസീസ് വർത്തകന്മാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനുമായി ബിസിനസ് ബന്ധമുള്ളവരും അവളുടെ ബാലസിംഹങ്ങളും, കാനഡ, അമേരിക്ക, ന്യൂസിലൻഡ് മുതലായി ഒത്തിരി ബാലസിംഹങ്ങളുണ്ട് അവൾക്ക്. അവരെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും യുദ്ധത്തിൽ ഒരു പാർട്ടി. വേറൊന്ന്, ഇസ്രയേലിന് വട്ടമുള്ള ശത്രുക്കളും അവർക്ക് നേതാവിയായി റഷ്യയും ചേർന്ന് 2ാമത്തെ ബാച്ച് ഉണ്ടാക്കും. ഇതിൻ്റെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുക. എത്ര ദിവസം കൊണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ, എത്ര മാസം കൊണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ ഈ ഫോർമേഷൻ നടക്കുക. കാലത്തിൻ്റെ പോക്കിൽ ബ്രിട്ടൻ ശൂന്യമാകും, അമേരിക്ക തകരും. അന്ന് അവരും തിരിഞ്ഞു നിൽക്കും. അന്ന് കിഴക്കേ രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, ജപ്പാൻ മുതലായ കിഴക്കേ രാജ്യങ്ങൾ രംഗപ്രവേശനം ചെയ്യും. ഇസ്രയേൽ ഒറ്റയ്ക്കും ലോകത്തിലുള്ള മുഴുജാതികൾ മറുഭാഗത്തും നിന്ന് ഒരു ഗംഭീരമായ യുദ്ധം നടക്കും. യുദ്ധത്തിനാകപ്പാടെ ഏറെക്കുറെ 3 വർഷം, 3.5 വർഷത്തിൻ്റെ ദൈർഘ്യമേ ഉള്ളൂ. അതോടുകൂടെ യേശു രാജാവായി രാജ്യത്വമേറ്റുകൊണ്ട് ഇസ്രയേൽ ഹെഡ്ക്വാർട്ടേഴ്സാക്കി ഭരണം നടക്കും. യുദ്ധം തുടങ്ങുന്നതിന് മുന്നമേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, മഹോദ്രവകാലത്തിന് മുമ്പേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർത്തു പറയാൻ അറിഞ്ഞുകൂടാ, സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ഈ പകലോ രാത്രിയിലോ, നാളെ പകലോ രാത്രിയിലോ, ഈ ആഴ്ചയിലോ ആണെങ്കിൽ നമ്മൾ എത്ര പേർ മണവാട്ടി സഭയിൽ കാണും എന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എൻ്റെ സമയം തീർന്നതിനാൽ ഞാനിവിടെ നിർത്തട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേഘമായിരുന്ന എൻ്റെ വിഷയം എടുക്കാൻ പറ്റാതെ പോയി, സോറി. കാര്യം ഇത് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്, ചോദ്യവുമുള്ളത് കൊണ്ടാണ്. സമയോചിതമായി ഈ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമേ, സഭയെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഈ സഭയെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. നിത്യതയ്ക്ക് അംശികളാകുവാൻ, അതിൽ യേശുവിൻ്റെ മണവാട്ടി പദത്തിലേക്ക് ഉയരുവാൻ അങ്ങയുടെ ജനത്തെ അങ്ങ് ഒരുക്കണമേ. ഇസ്രായേലിന് സമാധാനം കൊടുക്കണേ. മഹത്വം കർത്താവ് എടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.